അതേസമയം ഈ തിരുവല്ലയിലെ സ്പായുമായി ബന്ധപ്പെട്ട ഇത്തരം വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് തന്നെ അനധികൃതമായി നിരവധി സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു. അതിൽ തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്ത് കഴിഞ്ഞ ദിവസം വ്യാപകമായ പരിശോധനയാണ് സ്പാകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്പാ കേന്ദ്രങ്ങളുടെയും പട്ടിക ശേഖരിക്കാൻ മേയർ വി രാജേഷ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നു മുതൽ സ്പാകളിലെ ആരോഗ്യ വിദഗ്ധർ കൂടുതൽ പരിശോധനയും ആരംഭിക്കുന്നു. സാരംഗാണ് ചേരുന്നത്. സാരംഗ്, കഴിഞ്ഞ ദിവസം തന്നെ സ്പാകളിലെ പരിശോധന ആരംഭിച്ചിരുന്നു. ഈ തിരുവനന്തപുരത്ത് എത്ര സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതിന് ലൈസൻസ് ഉണ്ടോ, അത്തരം ശാസ്ത്രീയമായ രേഖകളും പരിശോധനകളും ആരംഭിച്ചു? അഭിലാഷ്, തുടക്കം തൊട്ട് തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ ആയിരുന്നു മേയർ വി രാജേഷ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും, അത് ലൈസൻസ് ഉള്ളതോ ഇല്ലാത്തതോ എന്നതല്ല, ഇത്തരം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അനാശാസ്യ പ്രവർത്തനങ്ങൾ അടക്കം നടക്കുന്നുണ്ട്, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, പരാതി അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം മേയർ പ്രതികരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ വൈകുന്നേരം തന്നെ സെക്രട്ടേറിയറ്റിന് മുൻവശത്തെ ക്യാപിറ്റൽ ടവറിൽ പ്രവർത്തിക്കുന്ന സ്പർശൻ സ്പായിൽ ഈ ഒരു ആരോഗ്യ വിഭാഗം, അതായത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇവിടെ റെയ്ഡ് നടത്തുകയും തുടർന്ന് പ്രവർത്തിക്കുന്ന സ്പായ്ക്ക് ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തുകയും ഉടനടി അത് പൂട്ടിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ തുടർ നടപടിയായി, അതായത് വരും ദിവസങ്ങളിലും ഇന്നടക്കം കൂടുതൽ സ്പായിലേക്ക് അടക്കം ഈ ഒരു പരിശോധന വ്യാപിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാരംഗ, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുണിനോടൊപ്പം മേയർ വി രാജേഷും ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുണ്, കഴിഞ്ഞ ദിവസം തന്നെ ക്രോസ് മസാജിംഗ് ഉൾപ്പെടെ അനുവദിക്കില്ല എന്ന് മേയർ വ്യക്തമാക്കിയതാണ്. ഇനി എന്താണ് തുടർ നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അരുൺ, ശക്തമായ പരിശോധന വീണ്ടും തുടരാനാണ് മേയറുടെ നിർദ്ദേശം. ഇന്നലെ തന്നെ മേയർ വി രാജേഷ് അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഉച്ചയ്ക്കാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി തലസ്ഥാന നഗരത്തിലെ അനധികൃത സ്പാകളെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തുമെന്ന് പറഞ്ഞത്. തൊട്ടു പിന്നാലെ വൈകിട്ട് സ്റ്റാച്യുവിലെ സ്പായിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മോടൊപ്പം മേയർ വി രാജേഷ് ചേരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഒരു പരിശോധനയ്ക്ക് നഗരസഭ തയ്യാറായത്? ഇത്തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ചില വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുണ്ട്. തിരുവല്ല പ്രശ്നമുണ്ടായതോടെ പോലീസുകാർ കൂടുതൽ വിവരങ്ങൾ കൈമാറുകയുണ്ടായി. അപ്പോഴാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഒരു പെൺകുട്ടി അവർക്കുണ്ടായ ഒരു ദുരന്താനുഭവം ഒരു സ്പായുമായി കേന്ദ്രീകരിച്ച് പറഞ്ഞത്. അപ്പോൾ അത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ തന്നെയാണ് അവർ പറഞ്ഞത്. ഇന്നലെ ഞായറാഴ്ചയായിട്ടും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ ഈ മേയറോട് സംസാരിക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ തുടരുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവരുടെ രേഖകളൊക്കെ തന്നെ പരിശോധിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പരിശോധന നടന്നപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. എത്ര സ്ഥാപനങ്ങളിൽ ലൈസൻസ് ഉണ്ട്, അല്ലാതെ എത്ര പ്രവർത്തനം, അങ്ങനെ ഒരു ഏകദേശ കണക്ക് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ? ആ കണക്കെടുക്കുവാനും പരിശോധിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അത് ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കണക്കെടുത്തതിന് ശേഷം ഞങ്ങൾ അത് നിയമവിധേയമായാണോ പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കും. അതിനുശേഷം ലൈസൻസ്ഡ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് പോലീസിനെ അറിയിക്കും. അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ തന്നെ പോലീസ് നടപടി സ്വീകരിക്കും. നേരത്തേക്ക് കോവളവും വർക്കലയും പോലുള്ള ഈ ടൂറിസം കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ തിരുമ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് സ്പാകൾ തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയകളിൽ പോലും നഗരത്തിൽ സ്റ്റാച്യു ഒക്കെ തൊട്ട് മുന്നിലാണ്, അതുപോലെ പല നഗരമേഖലകളിലും വീടുകൾക്ക് അടുത്തൊക്കെ ഇതുണ്ട്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പോലീസ് ചില വിവരങ്ങൾ കൈമാറുന്നത്. ടൂറിസം നമ്മുടെ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ വലിയൊരു വരുമാന മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ടൂറിസം വ്യവസായം നിയമവിധേയമായിട്ട് നിലനിൽക്കണം, സംരക്ഷിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ മറവിൽ ലഹരി ഇടപാടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് അനാശാസ്ത്രീയ ഇടപാടുകൾ ഒരു കാരണവശാലും നഗരത്തിൽ അനുവദിക്കാൻ സാധിക്കില്ല. നഗരം കാലാനുസൃതമായി വളരണം, ടൂറിസമൊക്കെ വളരണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ജനതയുടെ സുരക്ഷയുണ്ട്. ഇതൊക്കെ തന്നെ ഇതിൽ വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും എടുക്കാൻ സാധിക്കില്ല. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പോലീസുമായിട്ടും നമുക്ക് സഹകരിക്കേണ്ട ഘട്ടങ്ങളിൽ എക്സൈസുമായിട്ടും ഒക്കെ ചേർന്നിട്ട് ഇക്കാര്യങ്ങൾ സംയുക്തമായിട്ട് മുന്നോട്ട് പോകും. ഇന്ന് പരിശോധന ഉണ്ടോ, തുടർ പരിശോധന ഉണ്ടോ? അല്ല, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിലും കയറിയിട്ട് ഒരു പാനിക് സിറ്റുവേഷനൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ഞങ്ങൾ ആദ്യ രേഖകളാണ് പരിശോധിക്കുന്നത്. എത്ര സ്പാകളാണ് ലൈസൻസ് ഉള്ളത്, അവിടെ മാസിയർ എത്ര പേരാണോ ഓതറൈസ്ഡ് ആൾക്കാരുള്ളത്, ഈ അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെയാണോ ചെയ്യുന്നത്, ഇപ്പോൾ 500 സ്ക്വയർ ഫീറ്റിൻ്റെ പണവും അടച്ച് ലൈസൻസ് വാങ്ങിയിട്ട് 5000 സ്ക്വയർ ഫീറ്റ് ഉപയോഗിക്കുന്നുണ്ടോ, നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ക്രോസ് മസാജിങ് നടക്കുന്നുണ്ടോ, ഇക്കാര്യങ്ങളിലുള്ള രേഖകളുടെ ഒരു പരിശോധനയാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷം ആവശ്യമാവുന്ന ഘട്ടത്തിൽ മാത്രമേ ആ സ്ഥാപനങ്ങളിൽ പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്തൊരു പാനിക് സിറ്റുവേഷൻ ഒരു കാരണവശാലും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് നഗരസഭയുടെ നിലപാട്. പരിശോധനയുടെ പേരിൽ എല്ലാ സ്പാകളും കയറി പരിശോധനയല്ല, അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയല്ല. പകരം, കാരണം ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് സ്പാകൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വ്യാപക പരിശോധനയല്ല, മറിച്ച് രേഖകൾ പരിശോധിച്ച ശേഷം അതിൽ ക്രമക്കേട് ഉണ്ട് എന്ന് കണ്ടാൽ അവർക്കെതിരെ നടപടി. ആ രീതിയിലാണ് നഗരസഭ ഇപ്പോൾ നീങ്ങുന്നത്. അതാണ് മേയർ വി രാജേഷ് വ്യക്തമാക്കിയത്. അഭിലാഷ്.
തീർച്ചയായും അതായത് അരുൺ ഈ സൂചിപ്പിക്കുന്ന പോലെ മാറുന്ന ജീവിത സാഹചര്യങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്പാകൾ കൂടുതലായി കേന്ദ്രീകരിക്കുമ്പോൾ അതിൽ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന നിരവധി സ്പാകളുണ്ട്, അതിൽ പോകുന്ന ആളുകളുമുണ്ട്. പലപ്പോഴും മെൻ്റൽ സ്ട്രെസ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ ശാരീരികമായി ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഉൾപ്പെടെയൊക്കെ റിലീസ് ചെയ്യുന്നതിന് ഇത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ വലിയ തോതിൽ ഉപകാരപ്രദമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. മനുഷ്യൻ്റെ ജീവിത രീതി മാറുന്നു എന്നതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സാധ്യതയുമുണ്ട്. അവിടെ അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ടത് മേയർ പറഞ്ഞതുപോലെ ഇതിലൊരു പാനിക് സിറ്റുവേഷൻ സൃഷ്ടിക്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം സ്പാകളെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യവുമില്ല. സ്പാകൾ എന്നത് നിയമപരമായി തന്നെ പ്രവർത്തിക്കേണ്ട ഒന്നാണ്. പക്ഷേ അതിൻ്റെ മറവിൽ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ലഹരി കടത്തിൻ്റെ കേന്ദ്രങ്ങളായി ഇവ മാറുന്നു. അപ്പോൾ അതിൽ ആദ്യം പരിശോധിക്കുന്നത് ഏതൊക്കെ കേന്ദ്രങ്ങളുണ്ട് എന്നാണ്. അതിൽ എത്രയെണ്ണത്തിന് ലൈസൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സിസ്റ്റമാറ്റിക്കായ അല്ലെങ്കിൽ സ്വാഗതാർഹമാകുന്ന തരത്തിലുള്ള പരിശോധന എന്ന് തന്നെയല്ലേ നമുക്ക് വിലയിരുത്തേണ്ടതായി വരുന്നത് അരുൺ? തീർച്ചയായിട്ടും നമുക്കറിയാം തിരുവനന്തപുരം ഒരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളുള്ള ജില്ല കൂടിയാണ്. പ്രത്യേകിച്ചും കോവളവും വർക്കലയും ഒക്കെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള ഈ സ്പാകളുണ്ട്. പക്ഷേ അതൊക്കെ ചിലതെങ്കിലും അനധികൃതമാണ്, അല്ലെങ്കിൽ ഈ അനാശാസ്യമെന്ന് പറയുന്ന തരത്തിൽ അത് എന്താണോ സ്പാ കൊണ്ടും മസാജ് സെൻ്റർ കൊണ്ടും ഉദ്ദേശിക്കാത്തത് അതിനപ്പുറത്തേക്കുള്ള കാര്യം നടക്കുന്നു എന്ന വിവരം നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ വ്യാപക പരിശോധനയിലേക്ക് നഗരസഭ കടന്നാൽ അത് അവിടുത്തെ ടൂറിസത്തെ കൂടി ബാധിക്കും. കൃത്യമായി നിയമപരമായി നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, അവയെ ബാധിക്കാതെ നോക്കണം. പല തലങ്ങളിൽ പല 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകൾ പോലും ഇതുമായി ബന്ധപ്പെട്ട സ്പായൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വീടുകളുടെ ഒരു നിലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളുടെ ഈ സെക്രട്ടറിയുടെ മുന്നിലുള്ള സ്പാ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെക്രട്ടറി നേരെ എതിർവശത്തുള്ള കെട്ടിടമാണത്. അവിടെയാണ് അത്തരത്തിലൊരു അനധികൃതമെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ നടന്നുവെന്ന് പരാതി വന്നിരിക്കുന്ന സ്പാ പ്രവർത്തിച്ചത്. അതുപോലെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഏരിയകളിലുണ്ട്, വീടുകളോട് ചേർന്നൊക്കെ ഉണ്ട്. അത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷേ ഇത് അനാശാസ്യത്തിന് കൂടി ഉപയോഗിക്കപ്പെടുന്നുവെന്ന വിവരങ്ങളുമാണ് പോലീസിലും നഗരസഭയ്ക്കും ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അത്തരം സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത്. അവിടെയും മേയർ പറഞ്ഞതുപോലെ നേരിട്ട് പോയി ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു പരിശോധനയും അത് അവിടുത്തെ പ്രവർത്തനം തടസ്സപ്പെടുന്ന രീതിയിലൊന്നും ആകില്ല. പകരം രേഖകൾ പരിശോധിക്കും. രേഖകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രവർത്തിക്കുന്നത് കണ്ടാൽ അവിടെ നടപടിയിലേക്ക് ഇന്നലെ പൂട്ടിയതുപോലെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നഗരസഭയുടെ തീരുമാനം. അതിനപ്പുറത്തേക്ക് ആ വ്യവസായത്തെ തകർക്കുന്ന അല്ലെങ്കിൽ ടൂറിസത്തെ തളർന്നിടത്തിലേക്കുള്ള പരിശോധനകളിലേക്ക് കടക്കില്ല എന്നാണ് മേയർ നമ്മോട് അല്പസമയം മുമ്പ് നൽകിയ ഉറപ്പ്. യെസ്, എന്തായാലും തിരുവല്ലയിലെ സ്പായിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേരളത്തിലെ സ്പാ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. അവിടെ പ്രേക്ഷകരോട് എടുത്തു പറയാനുള്ളത്, സ്പാ എന്ന് പറഞ്ഞാൽ അതെന്തോ മോശം ഇടം എന്ന തരത്തിലുള്ള ഒരു പ്രതീതിയും സൃഷ്ടിക്കപ്പെടേണ്ട ആവശ്യമില്ല. അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്, അതൊരു ചികിത്സാ കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്നവയാണ്. നിരവധിയായ ആളുകൾ സ്പാകളിൽ പോകുന്നവർ ഉണ്ടാകാം. അത് മെൻ്റൽ സ്ട്രെസ്സും അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ്സും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പാരമ്പര്യമായി തന്നെ ഇത് പിന്തുടരുന്ന സാഹചര്യവും ഒക്കെയുണ്ട്. അവിടെ തെറ്റായ പ്രവർത്തികൾ നടക്കുന്നുവെങ്കിൽ അതാണ് തിരുത്തപ്പെടേണ്ടത്. പ്രത്യേകിച്ച് ഒരു പ്രദേശത്ത് ലഹരി വ്യാപനം, അതല്ല എങ്കിൽ ഒരു സ്വൈര്യ ജീവിതത്തിന്, സമാധാനപൂർണമായ ജീവിതത്തിനൊക്കെ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു ഇത്തരം കേന്ദ്രങ്ങൾ എങ്കിൽ അത് തീർച്ചയായും തടയപ്പെടേണ്ടത് തന്നെയാണ്. അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് മേയർ വി രാജേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്.